നമസ്കാരം, ബിന്ദു വിനയനാണ്. അഗ്ലോണിമയുടെ പാർട്ട് 2-ൽ മണ്ണില്ലാതെ എങ്ങനെ അഗ്ലോണിമ വളർത്താമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, മറന്നുപോയതാട്ടോ. അപ്പോൾ അത് വീണ്ടും ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് പോട്ടി മിക്സ് ഒന്ന് പറയാം. കൊക്കോ ചിപ്സ്, പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, ഉണങ്ങിയ ചാണകപ്പൊടി, സാഫ്, ഇതെല്ലാം കൂടിയിട്ടാണ് പോട്ടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നന പ്രധാനമാണ്. എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റില്ല, അതാണ് പറയാൻ വിട്ടുപോയത്. ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചാൽ മതിയാവും. നനയ്ക്കാന്ന് പറയുമ്പോൾ പൈപ്പ് കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് ഇല നനയ്ക്കണം. നന്നായിട്ട് ഇല നനയ്ക്കുമ്പോൾ ഇലകളിൽ കൂടി ആ തണ്ടി കൂടി മണ്ണിലേക്ക് വെള്ളം എത്തും. ആ വെള്ളം മതി. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. നന്നായിട്ട് ചെടി വളരും, നന്നായി തൈയും വരും. നല്ലൊരു പോട്ടി മിക്സാണ്. അപ്പം എല്ലാവരും അത് ചെയ്ത് നോക്കുക. വെള്ളം ഒഴിക്കുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് വേണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ അതിനു മുന്നേ വളത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ചെയ്താൽ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും ആ വളങ്ങളൊക്കെ പ്രയോഗിച്ചാൽ അഗ്ലോണിമ സൂപ്പറായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് അഗ്ലോണിമ. പല കളറിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. നിങ്ങൾക്കും അങ്ങനെയല്ലേ? ആയിരിക്കും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ താങ്ക് യു.